ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ അവതാര ലക്ഷ്യം ജാതിചിന്തയിൽ നിന്ന് മനുഷ്യരെ മുക്തരാക്കുക എന്നതാണ് എന്ന് പറയുകയുണ്ടായി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, മനുജ ഹൃദയങ്ങളിൽ സമത്വവും സാഹോദര്യവും വളർത്തുക എന്നതായിരുന്നു ഗുരുദേവൻ്റെ ജന്മോദ്ദേശം. ഈ ഭൂമിയിൽ മനുഷ്യരെല്ലാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ വാഴുവാൻ ഉള്ള വഴിയാണ് ഗുരുദേവൻ കാട്ടിത്തന്നത്. മനുഷ്യർക്ക് മനുഷ്യജാതി എന്ന് പറയുന്ന ഒരു ജാതിയേ ഉള്ളൂ. മനുഷ്യത്വമാണ് ജാതി ലക്ഷണം. അതിനാൽ മനുഷ്യരിൽ പല ജാതി ഉള്ളതായി കാണുന്നത് തെറ്റായ കാഴ്ചപ്പാടാണ്. ജാതിപരമായി ആരും വലുതുമല്ല ചെറുതുമല്ല. മനുഷ്യൻ എന്ന അവസ്ഥയിൽ എല്ലാവരും സമന്മാരാണ്. അതിനാൽ അയിത്തം മുതലായ ആചാരങ്ങൾ തെറ്റാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അനാചാരങ്ങളെ ത്യജിക്കണം. തത്വദർശികളായ പുണ്യപുരുഷന്മാരുടെ യുക്തിഭദ്രമായ അറിവാണ് മതം എന്ന് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു. അതിനാൽ എല്ലാ മതങ്ങളുടെയും ആദർശം മനുഷ്യരെ നല്ലവരാക്കുക, അവർക്ക് ജീവിതത്തിൻ്റെ സാഫല്യത്തിന് ഉള്ള വഴി കാട്ടിക്കൊടുക്കുക എന്നതാണ് എല്ലാ മതങ്ങളുടെയും ആദർശവും ലക്ഷ്യവും ഒന്നാകയാൽ തത്വത്തിൽ മനുഷ്യർക്ക് ഒരു മതമേ ഉള്ളൂ. അതുകൊണ്ടാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നത്. ജാതിയും മതവും മനുഷ്യർക്ക് ഒന്നാണെങ്കിൽ എല്ലാവർക്കും ദൈവവും ഒന്നേ ഉള്ളൂ. ദൈവത്തെ മനുഷ്യർ അവർ ഏത് മതക്കാരായാലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായും രക്ഷിതാവായും ആണ് കാണുന്നത്. ഈ പ്രപഞ്ചത്തെ പല ദൈവങ്ങൾ ചേർന്ന് സൃഷ്ടിച്ചതാണ് എന്ന് ആരും വിശ്വസിക്കുന്നില്ല. എല്ലാ മതവും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നതുമാണ്. അതിനാൽ ദൈവത്തിൻ്റെ പേരിൽ കലഹമുണ്ടാക്കേണ്ട കാര്യമില്ല. അതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. ഈ സത്യം ലോകം മുഴുവൻ അംഗീകരിച്ചാൽ ലോകസമാധാനമായി. ഇതാണ് ശ്രീനാരായണ ധർമ്മത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും. അത് പ്രചരിപ്പിക്കുക എന്നതാണ് SNDP യോഗത്തെ ഏൽപ്പിച്ച ഗുരുധർമ്മം. അത് അവരാൽ നടത്തപ്പെടാൻ പോകുന്നില്ല എന്ന് ഗുരുദേവന് തോന്നി. അതിനായി മറ്റൊരു സംഘടന ആവശ്യമാണെന്നും തോന്നി. അതിൻ്റെ കാരണം ചുരുക്കത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അല്പം കൂടി പറയാനുള്ളത് ഇവിടെ പറയാം. SNDP യോഗത്തിൻ്റെ വളർച്ച കേവലം ഈഴവരിൽ മാത്രമായി ഒതുങ്ങുന്നു. മറ്റു സമുദായങ്ങളിൽ ഉള്ളവർ അതിൽ അംഗങ്ങളായി കാണുന്നില്ല. ജാതി വ്യവസ്ഥയുടെ ഗുണഫലം അനുഭവിക്കുന്ന സവർണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതിൽ താൽപ്പര്യം ഉണ്ടാകാതിരിക്കുക സ്വാഭാവികമാണ്. എന്നാൽ അധകൃത വർഗങ്ങൾ ചേരാത്തത് എന്താണ്? SNDP യോഗാംഗങ്ങൾ അവരെ ഉൾപ്പെടുത്താത്തത് കൊണ്ട് ആകണം. അതായത് യോഗത്തെ ഈഴവ സമുദായത്തിൻ്റെ സംഘടനയാക്കി തീർത്തിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ യോഗ നേതാക്കളിൽ നിന്ന് ജാതിചിന്ത പോയിട്ടില്ല എന്ന് വ്യക്തം. അങ്ങനെയുള്ളവർ ഒരു ജാതി ഒരു മതം എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ ആര് കേൾക്കും? ഈ സ്ഥിതിക്ക് ഗുരുധർമ്മത്തിൻ്റെ പ്രചരണം ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല എന്ന് ഗുരുദേവന് ബോധ്യമായി കാണണം. കാലക്രമേണ ഇതിൻ്റെ ഭരണവും നിയന്ത്രണവും മദ്യവ്യവസായികളായ ധനികരുടെ കൈകളിൽ ചെന്ന് പെടാനും സാധ്യതയുണ്ട് എന്നും ക്രാന്തദർശിയായ ഗുരുദേവൻ മുൻകൂട്ടി കണ്ടിരിക്കണം. മാത്രവുമല്ല, ആത്മീയ വിഷയത്തിൽ യാതൊരറിവും വിവരവും ഇല്ലാത്തവർ സന്യാസി മഠങ്ങളുടെയും മറ്റും ഭരണം
ഏറ്റെടുത്താൽ വരാൻ പോകുന്ന ആപത്തും അദ്ദേഹം മുൻകൂട്ടി കണ്ടിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളും ശ്രീനാരായണ ധർമ്മസംഘം എന്ന സന്യാസിമാരുടെ ഒരു സംഘടന രൂപീകരിക്കുന്നതിന് ഗുരുദേവനെ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്ന് കരുതാം. ശ്രീനാരായണ ധർമ്മം ഒരു ജാതിക്കോ മതത്തിനോ വേണ്ടിയുള്ളതല്ല. ജാതിമതഭേദമില്ലാതെ സകല മനുഷ്യരും ഏകഭാവനയോടെ സഹോദരങ്ങളെപ്പോലെ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന ഒരു നവീന ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണ്. ജാതിചിന്തയും മതഭ്രാന്തും മനസ്സിലുള്ളവർക്ക് അത് അറിയാനോ പ്രചരിപ്പിക്കാനോ കഴിയുകയില്ല. അതിന് സ്വാർത്ഥമതികൾക്കും സാധ്യമല്ല. അതിനു വേണ്ടത് ത്യാഗമനോഭാവമാണ്. നമസ്കാരം.